ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആമുഖം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബംഗാളി നാടോടി കഥയാണ്. കേട്ടുകൊള്ളുക. വിഷ്ണുപുരിയിലെ താമസക്കാരായിരുന്നു ഹരിചന്ദ്രയും രവിചന്ദ്രയും. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പഠനമെല്ലാം പൂർത്തിയാക്കി അവർ തൊഴിൽ തേടി കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ട ഒരു വൻ നഗരമാണ്. ഇവരുടെ കാടും പുഴയുമൊക്കെ താണ്ടിയുള്ള നഗരത്തിലേക്കുള്ള യാത്ര ക്ലേശകരമായിരുന്നു. വിഷ്ണുപുരിയിലെ താമസക്കാരായിരുന്നു ഹരിചന്ദ്രയും രവിചന്ദ്രയും. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു, അതായത് ആത്മമിത്രങ്ങൾ. പഠനമെല്ലാം പൂർത്തിയാക്കി അവർ തൊഴിൽ തേടി കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ട ഒരു വൻ നഗരമാണല്ലോ. കാടും പുഴയുമൊക്കെ താണ്ടിയുള്ള നഗരത്തിലേക്കുള്ള യാത്ര ക്ലേശകരമായിരുന്നു. നടന്ന് അവർ കാട്ടിലെത്തി. ഹരിചന്ദ്ര സുഹൃത്തിനോട് പറഞ്ഞു, വളരെ അപകടം നിറഞ്ഞ കാടാണിത്, അറിയാമോ? ആ അറിയാം, കൊള്ളക്കാരും കടുവയുമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. രവിചന്ദ്ര മറുപടി പറഞ്ഞു. സ്വയം രക്ഷിക്കാൻ എന്തെങ്കിലും ആയുധം നീ കരുതിയിട്ടുണ്ടോ? ഈ വാള് പോലെ. ഹരിചന്ദ്ര തൻ്റെ വെട്ടിത്തിളങ്ങുന്ന വാൾ ഉറയിൽ നിന്ന് പുറത്തെടുത്തു. രവിചന്ദ്ര സൗമ്യമായി പറഞ്ഞു, ആയുധവിദ്യ ഒന്നും എനിക്കറിയില്ല. പോക്കറ്റിലെ പേന മാത്രമാണ് എൻ്റെ ആയുധം. പേന കത്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗുണപ്പെട്ടേന. ഇത് വെറും പേന. നിന്റെ കാര്യം പോക്കാണെന്ന് തോന്നുന്നു, ഹരിചന്ദ്ര പരിഹാസത്തോടെ പറഞ്ഞു. കുറച്ചുകൂടി നടന്നപ്പോൾ അവർ ക്ഷീണിതരായി. ഒരു മരച്ചുവട്ടിൽ ഭാണ്ഡം വെച്ച് അതിൽ തലചാരി രണ്ടുപേരും ഒന്ന് മയങ്ങി. അപ്പോഴും ഹരിചന്ദ്രയുടെ വലം കൈയിൽ ഊരിപ്പിടിച്ച് തിളങ്ങുന്ന വാളുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം കൊള്ളക്കാർ അവരെ വളഞ്ഞത് എന്തെന്ന് മനസ്സിലാവും മുമ്പേ അവർ പാവം രവിചന്ദ്രയെ പിടിച്ചു കഴിഞ്ഞു. ഹരിചന്ദ്ര വാളുമായി ചാടി വീണു. തെമ്മാടികളുടെ ചുറ്റും നിന്നുള്ള ആക്രമണത്തെ അധിക നേരം ചെറുക്കാൻ അയാൾക്കായില്ല. കൊള്ളക്കാർ പിടിച്ചു കെട്ടുമ്പോൾ ഹരിചന്ദ്രയ്ക്ക് രവിചന്ദ്രയേക്കാൾ വളരെയേറെ പരിക്ക് പറ്റിയിരുന്നു. ഭാണ്ഡങ്ങളിൽ ഉള്ളതത്രയും കൊള്ളക്കാർ തട്ടിയെടുത്തു. അവർ അതിനുശേഷം ഹരിചന്ദ്രയും രവിചന്ദ്രയും കാട്ടിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിൽ പൂട്ടിയിട്ടു. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലെന്ന് അവർക്ക് ബോധ്യമായി. അപ്പോഴാണ് രവിചന്ദ്ര അത് ശ്രദ്ധിച്ചത്. തങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന മുറികളിലും ചുറ്റുപാടും ധാരാളം പ്രാവുകൾ കൂടുവച്ചിരിക്കുന്നു. അയാൾ പതുങ്ങിയിരുന്ന് പ്രാവുകളിൽ ചിലതിനെ പിടിച്ചു. ഉണങ്ങിയ ഇലകളിൽ തൻ്റെ പേന കൊണ്ട് കുറിപ്പുകൾ എഴുതി. കൊള്ളക്കാരെയും അവരുടെ താവളത്തെയും പറ്റിയുള്ളതായിരുന്നു ആ കുറിപ്പുകൾ. വിലാസം രാജാവിൻ്റേതും. പ്രാവുകളുടെ കാലിൽ സന്ദേശങ്ങൾ കെട്ടി അവയെ അയാൾ പുറത്തേക്ക് പറപ്പിച്ചു. പ്രാവുകൾ ഒന്നിനെ പിടിച്ച പക്ഷിപിടുത്തക്കാർ രാജാവിനുള്ള സന്ദേശം കണ്ട് അത് ഉടൻ കൊട്ടാരത്തിലെത്തിച്ചു. രാജ്യത്തെ സമാധാനം തകർക്കുന്ന ഈ കൊള്ളക്കാരെക്കുറിച്ചറിയാൻ രാജാവ് കാത്തിരിക്കുകയായിരുന്നു. അന്ന് രാത്രി തന്നെ രാജസൈന്യം കൊള്ളക്കാരുടെ താവളം വളഞ്ഞ് എല്ലാവരെയും പിടികൂടി. ചെറുപ്പക്കാർ മോചിതരുമായി. വിവേകപൂർവം വ്യക്തമായ കത്തെഴുതി രാജ്യത്തെ സഹായിച്ച രവിചന്ദ്രയ്ക്ക് പാരിതോഷികമായി കൊട്ടാരത്തിലെ ഉയർന്ന ജോലി ലഭിച്ചു. വാളുകൊണ്ട് പോരാടിയ ഹരിചന്ദ്രയ്ക്ക് സൈന്യത്തിലാണ് ജോലി കിട്ടിയത്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. എങ്കിലും ഉയർന്ന ജോലി കിട്ടിയ രവിചന്ദ്രയെ കാണുമ്പോഴൊക്കെ വാളിനേക്കാൾ ശക്തമാണ് പേന എന്ന സത്യം ഹരിചന്ദ്ര ഓർത്തുകൊണ്ടിരുന്നു. ഇത്രയുമാണ് കഥ. ഈ കഥ നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആയുധമെടുത്ത് പോരാടുന്നതിനേക്കാളും ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ വിജ്ഞാനം ഉപയോഗിച്ച് ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അല്ലേ? സിവിൽ സർവീസൊക്കെ പാസ്സായി അല്ലേ, ഉയർന്ന പൊസിഷനിലിരിക്കുന്നവർ, അവർക്കൊക്കെ സമൂഹത്തിൽ നല്ല വിലയും നിലയുമൊക്കെയാണ്. ജ്ഞാനമുള്ളവർക്ക് അല്ലെങ്കിൽ നല്ല കോളേജിലെ പ്രൊഫസേഴ്സ് അല്ലേ, അവർക്കൊക്കെ ഒരു ഉന്നത സ്ഥാനം സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. പലപ്പോഴും
പേനയ്ക്കാണ് വാളിനേക്കാൾ പ്രാധാന്യമെന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അത്രയുമൊന്നും സ്വാതന്ത്ര്യം ഇന്ന് ഈ പേനയെടുത്ത് പടപൊരുതുന്നവർക്കുണ്ടോ? അതൊരു ചോദ്യമാണ്, നമ്മളെല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം നാൾക്ക് നാൾ അത്ര അഭിവൃദ്ധിപ്പെടുന്നില്ല, കുറഞ്ഞു വരികയാണ്. നമ്മൾ എല്ലാവരും ബോധവാന്മാരും ബോധവതികളും ആകേണ്ട ഒരു മേഖലയാണിത്. ഇപ്പോഴത്തെ 2024 പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അനുസരിച്ച് എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത്? 180 രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 159. ഇതൊരു ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ്, അല്ലെങ്കിൽ റാങ്കാണ്, അല്ലെങ്കിൽ ഇൻഡെക്സാണ്. അതിൻ്റെ പേര് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ശകലം മെച്ചപ്പെട്ട് നിൽക്കുക. കഴിഞ്ഞ വർഷമൊക്കെ ഇതിലും മോശമായിരുന്നു എൻ്റെ പെർഫോമൻസ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ മോശമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യം വളരെ ആവശ്യമാണ്. എങ്ങനെ? ജനാധിപത്യം മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ സമൂഹത്തിലെ തെറ്റും തിന്മകളും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. ഭരണകർത്താക്കളുടെ മുമ്പിൽ എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നിൽ എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. അങ്ങനെ ഉണ്ടെങ്കിലേ ജനാധിപത്യം പുഷ്പിക്കുകയുള്ളൂ, അല്ലേ? 2003 തൊട്ട് നോക്കിയാൽ ഇന്ത്യ 100 മറ്റോ ഒക്കെ ആയിരുന്നു ആ സ്ഥാനം. അതിനുശേഷം വീണ്ടും കുറഞ്ഞ് ഈ സ്ഥാനത്തിലെത്തി. എന്നാലും നമുക്കങ്ങനെ വലിയൊരു മാധ്യമ സ്വാതന്ത്ര്യമൊന്നും ഇല്ലെന്നുള്ളതാണ് ആ കണക്ക്. അന്നും ഒക്കെ വലിയ ഉന്നത സ്ഥാനത്തൊന്നും നമ്മൾ നിൽക്കുകയില്ല. മോശം പെർഫോമൻസ് തന്നെ ആ 2003 കാലഘട്ടത്തിലും ഒക്കെ തന്നെ, അതായത് 100 എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്ന് എത്രയോ താന്നു വന്നു നമ്മൾ വീണ്ടും. വളരെ മോശമായി. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്ഥാനം, പൊസിഷൻ എന്താണെന്ന് കൂടി അറിയുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ 161 സ്ഥാനമായിരുന്നു 180 രാജ്യങ്ങളിൽ. വളരെ മോശമായിരുന്നു. ഇപ്പോൾ നേരിയ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? 2 സ്ഥാനം മേലെ കയറി, അങ്ങനെ 159 നമ്മൾ. പക്ഷേ ഇനിയും ഒട്ടേറെ മെച്ചപ്പെടാനുണ്ട്. നമുക്കിപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനത്തെ തുലനം ചെയ്യാം, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താം? പാലസ്തീനുമായിട്ടാണ് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു റാങ്ക് അനുസരിച്ച്. അതുപോലെ തന്നെ UAE-യുമായിട്ട്, അതൊരു രാജഭരണമുള്ള അല്ലേ രാജ്യമാണ്. അതുമായിട്ടൊക്കെയാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ, റാങ്കിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്. ടർക്കി, അവിടെ ജനാധിപത്യം വലിയ പരാജയമായിരുന്നു. ആ ടർക്കിയുമായിട്ടും, അതുപോലെ തന്നെ റഷ്യ എന്ന രാജ്യവുമായിട്ടൊക്കെയാണ് നമ്മളെ താരതമ്യപ്പെടുത്തുന്നത്. ഞാൻ ഈ 2024 പുതിയ റാങ്കിങ് ആണ് ഞാനീ പറയുന്നത്. ഇന്ത്യയുടേത് ഇപ്പോൾ 159, UAE-യുടേത് 160, റഷ്യയുടേത് 162, ബംഗ്ലാദേശിൻ്റേത് 165, ഈജിപ്തിൻ്റേത് 170, പാലസ്തീൻ്റേത് 157, ടർക്കിയുടേത് 158. അപ്പോൾ അവരെക്കാട്ടിയൊക്കെ നമ്മൾ താഴെ നിൽക്കുകയാണ്. പാകിസ്ഥാൻ്റേത് 152, ശ്രീലങ്കയുടെ 150, ഭൂട്ടാൻ്റേത് 147 റാങ്കിങ്. നോർവേയുടേതാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, 1-ാം സ്ഥാനത്ത് നോർവേയാണ് നിൽക്കുന്നത്, മികച്ചത്. ഡെൻമാർക്ക് അത് കഴിഞ്ഞ് 2-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. സ്വീഡൻ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ. സ്വീഡൻ 3-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക 38-ാം സ്ഥാനത്താണ്. നേപ്പാൾ നമ്മുടെ നെയ്ബറാണ്, നമ്മുടെ അയൽവാസിയാണ്. നേപ്പാളിൻ്റെത് 74-ാമത്തെ സ്ഥാനമാണ്. എത്രയോ മെച്ചമാണ് നമ്മളെക്കാട്ടി, അല്ലേ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ അഫ്ഗാനിസ്ഥാനൊക്കെ വളരെ മോശം പ്രകടനമാണ്, 178. സിറിയ 179, എറിട്രിയ 180-ാമത്തെ സ്ഥാനമാണ്. ചൈനയ്ക്ക് 172-ാമത്തെ സ്ഥാനമാണ്. നമ്മളെക്കാട്ടിയൊക്കെ മോശമാണ് ചൈനയുടെ അവസ്ഥ. ഈ ഭൂട്ടാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെത് 2019 80-ാമത്തെ സ്ഥാനമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം വളരെ മോശമായി. അതിപ്പോൾ 147 വന്ന് നിൽക്കുകയാണ് 2024 കണക്കനുസരിച്ച്. ഭയങ്കര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ഡിക്ലൈനാണ് സംഭവിച്ചിരിക്കുന്നത്. ഹോങ്കോങ്ങും അഫ്ഗാനിസ്ഥാനും ഒക്കെ അത്തരത്തിലാണ്. ഇങ്ങനെ ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിലെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇറ്റലിയും അർജൻറ്റീനയൊക്കെ കുറച്ച് ഏറെ മോശം പ്രകടനമാണ് കഴിഞ്ഞ 5 വർഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അവിടെയും ഈ മാധ്യമ സ്വാതന്ത്ര്യം, പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം വളരെ കുറഞ്ഞു വരികയാണ്. അതുപോലെ ഗ്രീസ് വളരെ കാലമായിട്ട് അവരുടെ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചില സീനിയറായിട്ടുള്ള ഒരു ക്രൈം റിപ്പോർട്ടറെ കൊലപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. 2021 അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസിയൊക്കെ നിരന്തരം ജേർണലിസ്റ്റുകളെ പിന്തുടരുകയും വേട്ടയാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയുണ്ട്. ഇസ്രായേലിലും ഈ പ്രസ് ഫ്രീഡം വലിയൊരു പ്രശ്നമാണ്. അവിടുത്തെ റാങ്കിങ് താഴോട്ട് വന്നു. 88-ൽ നിന്ന് 101-ലേക്ക് വന്നു ഇസ്രായേലിൽ. 2019
താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പ്രസ്സിനെ ഞാൻ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ വിളിക്കുന്നു വെച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ മാധ്യമങ്ങൾക്ക് ക്രിയാത്മകമായ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് അതിനെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ജേർണലിസത്തിന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഒരു വാച്ച് ഡോഗിൻ്റെ റോളാണുള്ളത്. അതായത് ഒരു ജാഗരൂഹനായ സംരക്ഷകൻ്റെ, ഒരു കാവൽ നായ എന്നൊക്കെ പറയുന്ന കണക്കുള്ള ആ ഒരു കർത്തവ്യം ആണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു നിർണായക പങ്ക് മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തിൽ. ഒരു ഭരണത്തിൻ്റെ പ്രധാന ശാഖകൾ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ കഴിഞ്ഞാൽ വരുന്നതാണ് മാധ്യമങ്ങൾ. അതാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്കൊന്ന് കുറച്ചും കൂടെ ലളിതമായി കാണും. ഇംഗ്ലണ്ടിൽ അതിന് വേറെ ചില മാനദണ്ഡങ്ങളാണ്. രാജാവും ക്ലർജിയും കോമണേഴ്സും ഒക്കെ കഴിഞ്ഞ് വരുന്നതാണ് ഫോർത്ത് എസ്റ്റേറ്റ്. ഈ കാര്യങ്ങൾ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതാണ്, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കട്ടെ, അല്ലേ? യഥേഷ്ടം പ്രവർത്തിക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ ഇവർ കാരണമാകട്ടെ. ഇവരൊക്കെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ചാലേ ജനാധിപത്യം പുലരത്തുള്ളൂ, അല്ലേ? ജനാധിപത്യം വാഴത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കത്തുള്ളൂ, ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കത്തുള്ളൂ. അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് ശ്രദ്ധയോടെ നിരീക്ഷിക്കാനും അങ്ങനെ ഹനിക്കപ്പെടുമ്പോൾ അത് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ സാധിക്കത്തുള്ളൂ. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്രയും നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.